ഹലോ, പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ എത്തിയതിന് ശേഷം നമ്മളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇതിലൊന്നും കാണിച്ചിട്ടില്ല. കാരണം വന്ന ക്ഷീണത്തിൽ വേഗം ഫുഡ് കഴിച്ച് പിന്നെ ഒന്ന് റെസ്റ്റിനൊക്കെ ഇരുന്നു. നമ്മൾ ഫുഡ് കഴിച്ചാൽ സ്വാഭാവികമായിട്ട് റെസ്റ്റ് എടുക്കുമല്ലോ. അപ്പോൾ നല്ല ബിരിയാണി ആയിരുന്നു, നല്ല സ്പെഷ്യൽ എന്തോ ഒരു കന്നഡ ബിരിയാണി ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കുറച്ച് നേരം കിടന്നു, സൈഡായി. അപ്പോൾ ഇത് കണ്ണാട്ടനും ടൂണും അച്ചുകൂടെ എൻ്റെ നെഞ്ചത്താണ് കയറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതേ നമ്മൾ കുറച്ച് അയവറക്കലിലായി. ഇരിക്കുന്നതാണ് നമ്മുടെ മാമ കേട്ടോ, ബാലമാമ. അപ്പോൾ ബാലമാമയും അമ്മായിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടുത്തെ പഴയ ആൽബമൊക്കെ കണ്ടു, കുറേ പേര്, ഇതൊക്കെ നമ്മളെ കസിൻസ് ആൾക്കാരാണ്. അപ്പോൾ നീതു ദേ അവളുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കടന്ന് മലന്ന് കിടക്കണ കുട്ടിയാണ്. ഇതേ ഇപ്പോൾ പ്രായത്തിലുള്ള വേറൊരു മോളുള്ള ഈ കുട്ടി. പിന്നെ ഇതേ അച്ഛമ്മയുടെ ഫോട്ടോ കണ്ടു. അപ്പോൾ നമുക്ക് ബാംഗ്ലൂർ ഈ വീട് എന്ന് പറയണത് അച്ഛൻ്റെ പെങ്ങളുടെ വീടാണ്. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ വർഷത്തിലൊരിക്കൽ കാണാൻ വരുന്നൊരു വീട്. നമുക്ക് ഒരുപാട് പഴയകാല മെമ്മറീസ് ഉള്ളത്. ഇപ്പോൾ കുറേ ആളുകളെ കാണുന്നേ, നമ്മളെ കുറേ ആൾ കളിച്ചിട്ടുള്ള. ഞാനധികം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ അധികം ഇവിടെ വന്ന് നിന്നിട്ടില്ല. പക്ഷെ ചേച്ചിമാരൊക്കെ ഒരുപാട് നിന്നിട്ടുണ്ട്. പിന്നെ ഇലൂനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിട്ടുള്ളത്. കാരണം അവളാണ് ഇതിലെല്ലാം അടിപൊളിയായിട്ട്. നമ്മളെല്ലാവരും ഓരോ പണിയെടുക്കുകയാണെങ്കിൽ അവൾ അവളുടേതായ കളിച്ചും നടന്നൊക്കെ നിന്നു. പിന്നെ ഇതേ അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ കുറേ കണ്ടു. അപ്പോൾ നമ്മളതൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അമ്മായി ഇതേ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ വീട് നമുക്ക് ഒരു നൊസ്റ്റാൾജിക് മെമ്മറി തരുന്ന ഒരു സംഭവമാണ്. ഇലൂന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം പട്ടിക്കുട്ടി ആൽഫി ഉണ്ടല്ലോ, അവൾക്ക് അതിനെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ എല്ലാവരും കളിക്കാനും കിട്ടി. അവൾക്കൊരു പുതിയ സ്ഥലത്ത് വന്ന, ഇതുവരെ കണ്ടിട്ടില്ലാത്ത അങ്ങനെ ഒരു സ്ഥലത്ത് വന്നതിൻ്റെ ഒരു രസവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അത് ടൂണും ഇലുമൊക്കെ ആയിട്ട് എങ്ങ് കളിച്ചു പോയി. അച്യുത ഇപ്പുറത്ത് ഇരിപ്പുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഡെസേർട്ടായിട്ട് ഗുലാബ് ജാമുൻ കഴിച്ചു. ഉള്ളത് പറയാലോ, നമ്മൾ പുറത്തത്തെ പോലെയല്ല, ഇവിടുത്തെ പോലെയല്ല, പുറത്തുനിന്നുള്ള ജാമുൻ അടിപൊളിയാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂരത്തെ ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡെസേർട്ട്. പിന്നെ നമ്മൾ വീട്ടിൽ കുറേ നേരം ഇരുന്നു. ആക്ച്വലി കുറേ നേരം റെസ്റ്റ് എടുത്തു തന്നെ പറയാം. പിന്നെ നമ്മൾ വൈകിട്ടായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഏട്ടൻ്റെ വീട്ടിലോട്ട്, ഫ്ലാറ്റിലോട്ട് പോവാണ്. ആൽഫിക്കാണെങ്കിൽ കെട്ടൊന്ന് അഴിച്ചു വിട്ടിരുന്നെങ്കിൽ കൂടെ വരായിരുന്നു എന്നുള്ള പ്ലാനാണ്. ആൽഫി സോ സാഡ്. ആൽഫിക്ക് അതിൻ്റെ സങ്കടം ഒരുപാട് നേരം കുറച്ചൊക്കെ നിന്നു. അവസാനം പിന്നെ എല്ലാം പറഞ്ഞ പോലെ വാലാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മളൊരു ടാറ്റയൊക്കെ കൊടുത്ത് തിരിച്ചു പോന്നു. അപ്പോൾ നമ്മളിനി അടുത്തത് പോകാൻ പോകുന്ന ലൊക്കേഷൻ ഇവരുടെ മകൻ്റെ മൂത്ത മോൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് കാണാം. അപ്പോൾ നമ്മളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈ പൂക്കളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. അമ്മായിക്ക് ആദ്യം വഹിക്കുന്ന സമയത്ത് അമ്മായി ഒരുപാട് ഫ്ലവേഴ്സൊക്കെ വെക്കുമായിരുന്നു. പിന്നെ എന്തോ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് സങ്കടമായി. കാരണം കുറേ കാലത്തിന് ശേഷം വന്നു കണ്ടു. നമ്മൾ എത്രയൊക്കെ ദൂരെയാണ്, അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് റിലേറ്റീവ്സ് എപ്പോഴും നമ്മൾ ക്ലോസ് ആയിട്ട് ഉണ്ടാകുന്ന ആളുകളാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങൾ വീണ്ടും ഇതേ ഊബർ ബുക്ക് ചെയ്തു. ഊബറിൽ ഇതേ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഒരു റൂറൽ ഏരിയയിൽ നിന്ന് നമ്മൾ ബാംഗ്ലൂരിൻ്റെ കുറച്ചും കൂടി മെട്രോ ഏരിയയിലേക്ക് വരികയാണ്. അപ്പോൾ ഇതാണ് നമ്മളെത്തിയ ഏട്ടൻ്റെ ഫ്ലാറ്റ്. ഫ്ലാറ്റിൻ്റെ സറൗണ്ടിങ്സ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ വീഡിയോയും അടുത്ത പാർട്ടിൽ വരും. സോ വെയിറ്റ് ഫോർ